അരവിന്ദ് കെജ്രിവാൾ എന്ന ദില്ലി മുഖ്യമന്ത്രിക്ക് ഇടക്കാല ജാമ്യം കിട്ടിയിരിക്കുന്നു. ജൂൺ 1 വരെ പുറത്തു നിൽക്കാം. യഥാർത്ഥത്തിൽ ഇടക്കാല ജാമ്യം എന്ന് പറഞ്ഞാൽ കുറ്റവിമുക്തനാക്കി എന്നൊന്നും അതിനർത്ഥമില്ല. പക്ഷേ ഈ ഇടക്കാല ജാമ്യത്തിന് വളരെയേറെ പ്രത്യേകതകളുണ്ട്. ഒന്നാമത്തെ കാര്യം, ഈ കേസിൽ അരവിന്ദ് കെജ്രിവാൾ ഒരിക്കലും ജാമ്യം ആവശ്യപ്പെട്ടിട്ടേയില്ല. കെജ്രിവാൾ പറഞ്ഞത് ഇത് കള്ളക്കേസാണ്. 1.5 വർഷം മുമ്പ് കിട്ടിയ തെളിവുകൾ മാത്രമേ ഇപ്പോഴും ഇഡിയുടെ കയ്യിലുള്ളൂ. 1.5 വർഷം മുമ്പ് കിട്ടിയ തെളിവുകൾ ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് തൊട്ട് പിന്നാലെ ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചതിന് ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ. അത് വളരെ മോശപ്പെട്ട ഒരു ലക്ഷ്യമാണ്. ജനാധിപത്യത്തിൽ പ്രതിപക്ഷത്തിന്റെ നേതാക്കൾ സർക്കാരിനെതിരെ വിമർശനവുമായി ജനങ്ങൾക്ക് മുമ്പിൽ വരരുത് എന്ന ലക്ഷ്യം മാത്രം. ഇപ്പോൾ ഇന്ത്യ മുന്നണിയുടെ ഏറ്റവും ശക്തരായ നേതാക്കളിൽ ഒരാളാണ് അരവിന്ദ് കെജ്രിവാൾ. കാരണം മോഡിയെ നേരിട്ട് വിമർശിക്കുന്ന ഒരു നേതാവാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഡൽഹിയിൽ നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത്. ദേശീയ അന്തർദേശീയ മാധ്യമ ശ്രദ്ധ കിട്ടുന്ന ഒരാളാണ്. താരതമ്യേന അഴിമതിക്കെതിരായൊക്കെ പോരാടിയ ഒരു മുഖവുമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു വലിയ പ്രചരണം അരവിന്ദ് കെജ്രിവാളിന് നടത്താൻ കഴിയും. മാത്രവുമല്ല, കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഇന്ത്യ മുന്നണിയുമായി പലയിടത്തും, പ്രത്യേകിച്ചും കോൺഗ്രസുമായി കൃത്യമായ സഖ്യമുണ്ടായിട്ടുണ്ട്. ദില്ലിയിൽ 4-3 എന്ന അടിസ്ഥാനത്തിൽ APയും കോൺഗ്രസും തമ്മിൽ സഖ്യമുണ്ട്. ഹരിയാനയിൽ സഖ്യമുണ്ട്. ഗുജറാത്തിൽ സഖ്യമുണ്ടായിരുന്നു. ഗോവയിൽ സഖ്യമുണ്ട്. മറ്റിടങ്ങളിൽ ചില അണ്ടർസ്റ്റാൻഡിങ്ങുകളുണ്ട്. ഇപ്പോൾ കേരളത്തിൽ തന്നെ ആം ആദ്മി പാർട്ടി UDFനെ പൂർണ്ണമായി പിന്താങ്ങിയിരുന്നു. പശ്ചിമ ബംഗാളിൽ മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസുമായി കൃത്യമായ സഖ്യമുണ്ട്. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ അരവിന്ദ് കെജ്രിവാൾ ഇന്ത്യ മുന്നണിക്ക് ശക്തി പകരും എന്നറിഞ്ഞുകൊണ്ട് അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് ഉണ്ടാകരുത് എന്ന ദുരുദ്ദേശത്തോടു കൂടിയാണ് എടുത്തത്. അല്ലെങ്കിൽ ഒരു 6 മാസം മുമ്പ് അറസ്റ്റ് ചെയ്യാമായിരുന്നു. 6 മാസം മുമ്പ് അറസ്റ്റ് ചെയ്ത അദ്ദേഹത്തെ ഇപ്പോൾ ഒരു പക്ഷേ ജാമ്യം കിട്ടുകയോ കിട്ടാതിരിക്കുകയോ ചെയ്യട്ടെ. ഇതല്ല, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം മാർച്ച് മാസത്തിൽ. അതുകൊണ്ട് തന്നെ ഈ വിധി വളരെ പ്രധാനമാണ്. അദ്ദേഹം പറഞ്ഞത്, ഞാൻ ജാമ്യമല്ല ആവശ്യപ്പെടുന്നത്, എനിക്ക് തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുന്നതിന് തടസ്സം നിൽക്കുകയാണ്. ഇത് ജനാധിപത്യത്തിനോടുള്ള വെല്ലുവിളിയാണ് എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് കോടതിയാണ് ഇങ്ങോട്ട് പറയുന്നത് ഇദ്ദേഹത്തിന് ജാമ്യം കൊടുക്കാം. അങ്ങനെയാണ് ജാമ്യം വരുന്നത്. അതും ജൂൺ 1 എന്ന് പറഞ്ഞാൽ കൃത്യമായും അവസാനത്തെ വോട്ട് കൂടി പോൾ ചെയ്തതിന് ശേഷം മാത്രമേ അദ്ദേഹത്തിന് തിരിച്ചു പോകേണ്ടതുള്ളൂ. എന്ന് പറഞ്ഞാൽ ഹരിയാന, ഡൽഹി, പഞ്ചാബ്, ഗോവ തുടങ്ങി പശ്ചിമ ബംഗാൾ അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ അദ്ദേഹത്തിന് ശക്തമായ പ്രചരണം നടത്താം. അത് വലിയൊരു തിരിച്ചടിയാണ് ഇഡിക്ക്. ഇഡി മുമ്പോട്ട് വെച്ച ഒരു കാര്യവും അംഗീകരിച്ചില്ല. ഇവർ പറഞ്ഞു തെരഞ്ഞെടുപ്പിൽ ഈ കേസിന്റെ കാര്യം പറയാൻ പാടില്ല. അപ്പോൾ ആ കേസിൽ അദ്ദേഹം ശിക്ഷിക്കപ്പെട്ടിട്ടില്ല. ആ കേസ് ഇപ്പോഴും നിൽക്കുകയാണ്. കോടതി ചോദിച്ചു എന്തുകൊണ്ട് പറഞ്ഞുകൂടാ, നിങ്ങൾ മറുപടി പറഞ്ഞാൽ പോരെ. അപ്പൊ അതും പൊളിഞ്ഞുപോയി. കേസിന്റെ കാര്യവും അദ്ദേഹത്തിന് പറയാം. എന്നെ എന്തിന് അനാവശ്യമായി 50 ദിവസം ജയിലിലിട്ടു എന്ന് കെജ്രിവാൾ ചോദിക്കുമ്പോൾ ഒരു സംശയവും വേണ്ട, അതിന് മറുപടി പറയാൻ മോഡിക്കും NDA നേതാക്കൾക്കും കഴിയില്ല എന്നത് തന്നെയാണ് സത്യം. രണ്ടാമത്തെ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, കെജ്രിവാളിനെ സംബന്ധിച്ചിടത്തോളം, കെജ്രിവാൾ എന്ന വ്യക്തിക്ക് മാത്രമല്ല, ഈ കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതോടുകൂടി ഇന്ത്യ സഖ്യം ശക്തമായി എന്നതാണ് സത്യം. അതിനിടയിൽ ചില വിള്ളലുകളൊക്കെ ഉണ്ടായിരുന്നു. നിതീഷ് കുമാർ തിരിച്ചുപോയി, അങ്ങനെ പല നേതാക്കളും പല വഴിക്കായി. പക്ഷേ കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതോടുകൂടി ദില്ലിയിൽ മഹാറാലി സംഘടിക്കപ്പെട്ടു. ദില്ലിയിലെ മഹാറാലി ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും നിർണായകമായ ഒരു വഴിത്തിരിവായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം ഇന്ത്യയിൽ പ്രതിപക്ഷം മിക്കവാറും എല്ലായിടത്തും യോജിച്ച ഒരു ഫൈറ്റ് കൊടുക്കുന്നു. മാത്രവുമല്ല, മോഡി പ്രഭാവം കഴിഞ്ഞ തവണത്തെ പോലെ ഇല്ല. ജനങ്ങൾക്ക് മുമ്പിൽ വിലക്കയറ്റവും തുടങ്ങിയ തൊഴിലില്ലായ്മയും തുടങ്ങിയ നിരവധി പ്രശ്നങ്ങളുണ്ട്. കോവിഡ് വാക്സിൻ അടക്കമുള്ള പ്രശ്നങ്ങളുണ്ട്. അതുപോലെ തന്നെ സുപ്രീം കോടതി ഈ തെരഞ്ഞെടുപ്പ് ഫണ്ടുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ വളരെ കൃത്യമായ നിലപാടെടുത്തു. ഇതൊക്കെ തന്നെ തിരിച്ചടിയായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ തിരിച്ചടി നേരിടാൻ രാം മന്ദിറോ അല്ലെങ്കിൽ മുസ്ലിം പ്രീണനമോ ഒന്നും പോരാ എന്ന അവസ്ഥ വന്നിരിക്കുന്നു. ഇപ്പോൾ പാകിസ്ഥാനായിരിക്കുന്നു, മറ്റു പലതുമായിരിക്കുന്നു, അതവർ കൊണ്ടുവരും. പക്ഷെ അതിനെയൊക്കെ നേരിടാൻ സാധാരണ ജനങ്ങൾക്ക് ആക്സസ് ഉള്ള ഒരു മുഖ്യമന്ത്രി എന്നതാണ് കെജ്രിവാളിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. അദ്ദേഹം മറ്റു മുഖ്യമന്ത്രിമാരെ പോലെ VIP ആയിട്ടല്ല, സാധാരണ ജനങ്ങൾക്ക് വെള്ളവും വെളിച്ചവും വിദ്യാഭ്യാസവും ആരോഗ്യവും കൊടുക്കുന്ന ഒരു വർക്കിംഗ് മുഖ്യമന്ത്രി എന്ന് ദില്ലിയിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. ആ അജണ്ട മുന്നോട്ട് വച്ചിരിക്കുന്നു. ആ ഘട്ടത്തിൽ ഇനി നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകൾ എന്ന് പറഞ്ഞാൽ BJPയെ സംബന്ധിച്ചിടത്തോളം, NDA സംബന്ധിച്ചിടത്തോളം നിർണായകമായ തെരഞ്ഞെടുപ്പാണ്.
അത് പഞ്ചാബിലും ഹരിയാനയിലും മാത്രമല്ല, ഒരുപക്ഷെ UP-യുടെ ഭാഗങ്ങളിൽ അല്ലെങ്കിൽ ഉത്തരാഖണ്ഡ് പോലെയുള്ള പ്രദേശങ്ങളിലൊക്കെ അത് വലിയ ചലനമുണ്ടാക്കും. അവരുടെ ഭാഗ്യത്തിനാണ് ഗുജറാത്തിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു പോയത്. ഗുജറാത്തിലെ തെരഞ്ഞെടുപ്പിൽ മോഡിക്ക് ശക്തമായ തിരിച്ചടിയായിരിക്കും ആം ആദ്മി കോൺഗ്രസ് സഖ്യമുണ്ടാക്കുക എന്ന് ചില സൂചനകളൊക്കെ ഉണ്ടായിരുന്നു. തീർച്ചയായും കെജ്രിവാളിന് കിട്ടിയിട്ടുള്ള ജാമ്യം എന്ന് പറയുന്നത് മോഡിയുടെ കുതന്ത്രത്തിനുള്ള തിരിച്ചടിയാണ്. കെജ്രിവാൾ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഉണ്ടാകരുത് എന്ന് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ അടുത്ത ഗവൺമെന്റ് വന്നിട്ട് കെജ്രിവാളിനെതിരെ നടപടി എടുത്താൽ പോലെ. 1.5 വർഷം കാത്തു നിന്നത് 2 മാസം കൂടി കാത്തു നിന്നാൽ അദ്ദേഹത്തിന് പുതിയ ഗവൺമെന്റ് വന്നിട്ട് നടപടി എടുക്കാമല്ലോ, ഇത്ര ഉറപ്പുണ്ടെങ്കിൽ. പക്ഷേ അത് ചിലർക്ക് വിനാശകാലെ വിപരീത ബുദ്ധി എന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചപ്പോൾ ജയപ്രകാശ് നാരായണൻ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ വിനാശകാലെ വിപരീത ബുദ്ധി എന്നാണ് ഇപ്പോൾ നമുക്ക് NDA കുറിച്ചും മോഡിയെ കുറിച്ചും പറയാനുള്ളത്. അതിന് കൃത്യമായി തിരിച്ചടിയുണ്ട്. 1-ാം തീയതി വരെ ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് രംഗത്ത്, പ്രത്യേകിച്ചും ഉത്തരേന്ത്യയിലെ തെരഞ്ഞെടുപ്പ് രംഗത്ത് നിറഞ്ഞു നിൽക്കും കെജ്രിവാൾ. മറ്റേത് നേതാക്കളേക്കാൾ കെജ്രിവാളിന് സ്വീകാര്യത കിട്ടും. അത് മോഡിക്ക് വല്ലാത്ത തലവേദന സൃഷ്ടിക്കും. ദില്ലിയിലൊക്കെ ഏതെങ്കിലും ഒരു സീറ്റെങ്കിലും കിട്ടിയാൽ ഭാഗ്യം എന്ന അവസ്ഥയിലേക്ക് 7-ൽ 7 നേടിയ NDA മാറും എന്ന കാര്യത്തിൽ ഒരു തർക്കവും. ഇത് കെജ്രിവാളിന്റെ പുറത്തു വന്നതോടുകൂടി വേറെ ഏതെങ്കിലും സംസ്ഥാനത്ത് കൂടി ചലനം ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ടാകും. കെജ്രിവാളിന്റെ ഡയറക്റ്റ് ഇമ്പാക്ട് വരുന്ന 3 സംസ്ഥാനങ്ങളുണ്ട്: ദില്ലി, ഹരിയാന, പഞ്ചാബ്. ഈ 3 സംസ്ഥാനങ്ങളിലും BJPക്ക് ഇനി വലിയ പ്രതീക്ഷ വേണ്ട. ഹരിയാന അല്ലാതെ തന്നെ ഹരിയാനയിൽ വല്ലാത്ത ചലനങ്ങൾ സൃഷ്ടിക്കപ്പെട്ടു കഴിഞ്ഞു. അവിടുത്തെ ഗവൺമെന്റ് ഭൂരിപക്ഷം നഷ്ടപ്പെട്ട് കടിച്ചു തൂങ്ങി നിൽക്കുകയാണ്. ഗവർണറുടെയും കേന്ദ്ര സർക്കാരിന്റെയും പിൻബലത്തിൽ മാത്രമാണ് നിൽക്കുന്നത്. കർഷക സമരം അവിടെ വലിയ കോളിളക്കം സൃഷ്ടിച്ചിട്ടുണ്ട്. പഞ്ചാബിൽ BJPക്ക് പണ്ടേ പേരില്ല, ഇനി ഒരു സീറ്റ് പോലും കഴിഞ്ഞോണ്ട് 2-3 സീറ്റ് കിട്ടിയതൊന്നും കിട്ടില്ല. ഹരിയാനയിൽ മുഴുവൻ സീറ്റ് നേടിയതാണ്. ഇത്തവണ ഒരു സീറ്റ് പോലും കിട്ടില്ല എന്നാണ് കിട്ടുന്ന പ്രവചനം. ദില്ലിയിൽ 7 സീറ്റ്. പശ്ചിമ ബംഗാളിൽ ഇവർ സഖ്യത്തിലാണ് തൃണമൂലുമായി. അത് മമതാ ബാനർജിയുടെ തൃണമൂലിന് ഗുണം ചെയ്യും. ഗോവയിൽ അതുപോലെ തന്നെ, ഗോവ കോൺഗ്രസും AAP തമ്മിലുള്ള സഖ്യത്തിൽ ഗോവയിൽ ഗുണം ചെയ്യും. പക്ഷെ അതിനേക്കാളൊക്കെ കൂടുതൽ എന്തിനു വേണ്ടി കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തു? അത് തെരഞ്ഞെടുപ്പ് രംഗത്ത് മാറ്റി നിർത്താനാണ് എന്ന്, അല്ലാതെ അഴിമതി ഉണ്ടായിട്ടല്ല എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന ഒരു വിധിയാണ്. അഴിമതിയുടെ കാര്യമൊക്കെ വരട്ടെന്നേ, അഴിമതി ശിക്ഷിക്കപ്പെട്ട് ആരാ വേണ്ടാന്ന് പറഞ്ഞ്. പക്ഷേ തെരഞ്ഞെടുപ്പിന് സമയത്ത് മാത്രം അറസ്റ്റ് ചെയ്തപ്പോൾ മറ്റു പല ഭാഗങ്ങളിലും, ഇപ്പോൾ വാരണാസിയിൽ മുമ്പ് മോഡിക്കെതിരെ മത്സരിച്ചതാണ് കെജ്രിവാൾ. അന്നും വലിയ ചലനം അവിടെ ഉണ്ടായി. മോഡിയെ ജയിച്ചുവെങ്കിലും നല്ല ഒരു ബേസും ഇല്ലാത്തൊരു പാർട്ടി, ആം ആദ്മി പാർട്ടി, വാരണാസിയിൽ മോഡിക്കെതിരെ പോയി മത്സരിച്ചിട്ടാണ് അന്ന് വളരെ 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 ശക്തമായ പോരാട്ടം നടത്തിയത്. ഇത്തവണ അതേ വാരണാസി അടക്കമുള്ള പ്രദേശങ്ങളിൽ കെജ്രിവാളിന്റെ ഇമേജ് എന്നതിനേക്കാൾ മോഡിക്കും NDA സർക്കാരിനും ഉണ്ടായിട്ടുള്ള നെഗറ്റീവ് ഇമേജ് വലിയ തോതിൽ ഇന്ത്യ മുന്നണിക്ക് ഫലം ചെയ്യും. അത് ബീഹാറിലുമൊക്കെ ഉണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത്.